ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ HSA ജനറൽ പാർട്ട് PYQൻ്റെ നാച്ചുറൽ സയൻസ് 2022 നാച്ചുറൽ സയൻസിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ്സിന് മുൻപ് നിങ്ങൾ ഈ ഒരു ക്ലാസ് ഒരു എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക. 20 ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം നോട്ട് ചെയ്യുക. ആൻസർ പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? SNDP യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? ഡോക്ടർ പൽപ്പു തന്നിട്ടുണ്ട്, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, നടരാജഗുരു. അപ്പോൾ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഫൗണ്ടഡ് വിദ്യാപാശിനി സഭ? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിരുന്നു. അന്ന് ഈ ക്വസ്റ്റ്യൻ ഡിലീഷന് പോയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് upheaval was held against American model proposed by ശ്രീ CP രാമസ്വാമി അയ്യർ? അല്ലെ, CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡലിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. പുന്നപ്ര വയലാർ അപ്ഹെവൽസ്, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ. അല്ലെ, എന്താണ് അമേരിക്കൻ മോഡൽ? അറബിക്കടലിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ പുന്നപ്ര വയലാർ അപ്ഹിവൽസ് അല്ലെ, പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർ CP രാമസ്വാമി അയ്യരായിരുന്നു ദിവാൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് കൺസിഡേർഡ് ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള? ആരാണ്? P കൃഷ്ണപിള്ള, K കേളപ്പൻ, PK ചാത്തൻ മാസ്റ്റർ, KP കേശവമേനോൻ. ആരാണ് നമ്മുടെ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ? ആരാണ്? നമ്മുടെ KP കേശവമേനോനാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ലീഡർ ഓഫ് ദി റിനൈസൻസ് ഹു വാസ് ഓൺസ്റ്റഡ് ഫ്രം ഹിസ് കാസ്റ്റ് ഫോർ ദ റീസൺ ഓഫ് അറ്റൻഡിങ് ദ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ ഓഫ് 1921. 1921 INCയുടെ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് എന്താണ് തൻ്റെ മതത്തിൽ നിന്നും അല്ലെങ്കിൽ ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണെന്നാണ് ചോദിക്കുന്നത്. മന്നത്തു പത്മനാഭൻ തന്നിട്ടുണ്ട്, TK മാധവൻ, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ശരിയായ ഉത്തരമെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ശരിയായ ഉത്തരം VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. VT ഭട്ടതിരിപ്പാടാണ് 1921 INCയുടെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് തൻ്റെ ജാതിയിൽ നിന്നും ഒട്ടനവധി വിമർശനങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത വാക്കേത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ഇന്ത്യൻസ്. അപ്പോൾ ഇതിലേതാണത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ല. പകരം എന്തൊക്കെയുണ്ട്? സോവറിൻ ഉണ്ട്, നമ്മുടെ സോഷ്യലിസ്റ്റ് എന്ന വേർഡ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസ് എന്ന് പറയുന്ന പദമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്? കടം കൊണ്ടിട്ടുള്ളത് അല്ലെ, ബോറോഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ബ്രിട്ടൻ തന്നിട്ടുണ്ട്, കാനഡയുണ്ട്, അമേരിക്കയുണ്ട്, അയർലൻഡും ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്? അത് അയർലൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എ റിട്ട് ഇഷ്യൂഡ് ടു സെക്യൂർ ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഫൗണ്ട് ടു ബി ഡീറ്റൈൻഡ് ഇല്ലീഗലി ഈസ്? ഒരു വ്യക്തിയെ നിയമപരമായി തടങ്കലിൽ വെച്ചിരിക്കുന്നതിനെതിരെയുള്ള റിട്ട് ഏതാണ്? അല്ലെ, ഏതാണ് റിട്ട്? എല്ലാവർക്കും അറിയാം അല്ലെ. ഓപ്ഷൻസ് വായിക്കാം. മാൻഡമസ് ഉണ്ട്, ഹേബിയസ് കോർപ്പസ്,
സെർഷ്യോററി പ്രൊഹിബിഷൻ. അപ്പോൾ അന്യായമായ ഒരു വ്യക്തിയെ തടങ്കലിൽ വെച്ചിരിക്കുന്നതിനെതിരെയുള്ള റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. ഹേബിയസ് കോർപ്പസ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 9ാമത്തെ ക്വസ്റ്റ്യൻ. എ മണി ബിൽ പാസ്ഡ് ബൈ ദ ലോക്സഭ ക്യാൻ ബി ഹെൽഡ് അപ്പ് ബൈ ദ രാജ്യസഭ ഫോർ ഹൗ മെനി വീക്സ്? ഏതാണ് ക്വസ്റ്റ്യൻ? ഏതാണ്? നമ്മുടെ ലോക്സഭ പാസ്സാക്കുന്ന മണി ബില്ല് രാജ്യസഭയ്ക്ക് എത്ര ദിവസം വരെ എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിർത്തലാക്കി എത്ര ദിവസം വരെ രാജ്യസഭയിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 ആഴ്ചയാണ്. 2 വീക്സ് ആണ് ശരിയായ ഉത്തരം. 2 വീക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻസ് ദ പ്രോടൈം സ്പീക്കർ ഈസ്. ജനറൽ ഇലക്ഷന് ശേഷമുള്ള പ്രോടൈം സ്പീക്കർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇലക്റ്റഡ് ബൈ ലോക്സഭ, ഓപ്ഷൻ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി അപ്പോയിന്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട്, ഓപ്ഷൻ ഡി ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ലോക്സഭ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ അന്ന് ഡിലീറ്റ് ആക്കിയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷന് പോയ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് ബൈ 2023 അല്ലേ? 2023 2023 ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഏത് സംസ്ഥാനമാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റ് കൊണ്ടുവന്നത്? ഏതാണ്? അത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മധ്യപ്രദേശ് ആണ് ശരിയായ ഉത്തരം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റിസ് ഹിമ കോഹ്ലി ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡാഷ് ഹൈക്കോർട്ട്. ജസ്റ്റിസ് ഹിമ കോഹ്ലി ഏത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാടു. നമുക്ക് ഓപ്ഷനിൽ നിന്ന് കേരളം ഫസ്റ്റ് വെട്ടിക്കളയാം അല്ലേ. കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? കമന്റ് ചെയ്യണേ. ആരാണെന്ന് കമന്റ് ചെയ്യണം. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി കേരളം വെട്ടിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു. അപ്പം ഇതിൽ ജസ്റ്റിസ് ഹിമ കോഹ്ലി എവിടത്തെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയുടേതാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് COVID-19 വാക്സിൻ ഓഫ് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക? അല്ലെ, നമ്മുടെ ഏത് രാജ്യമാണ് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്കയുടെ COVID-19 വാക്സിന് ആദ്യമായി അപ്രൂവൽ കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്യണം. ഓപ്ഷൻസ് വായിക്കാം. USA, ഇംഗ്ലണ്ട്, ജപ്പാൻ, ഇന്ത്യ. ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ്. ഇംഗ്ലണ്ട് ആണ്. ഓക്സ്ഫോർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലണ്ട് ഓർമ്മ വരും. അപ്പോൾ വിച്ച് ഓഫ് ദ ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് COVID-19 വാക്സിൻ ഓഫ് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട് ആണെന്ന് പറയണം. 14ാമത്തെ ക്വസ്റ്റ്യൻ. Who became the first woman fighter pilot to participate in the Republic Day flight past? നമ്മുടെ റിപ്പബ്ലിക് ഡേ ഫ്ലൈ പാസ്റ്റിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ വുമൺ ഫൈറ്റർ പൈലറ്റ് ആരാണ്? ആ പേര് ഏതാണ്? ഓർമ്മയുണ്ടോ? ഭാവന കാന്തുണ്ട്, ഷാഹില ദാമി, ആവനി ചതുർവേദി, മോഹന സിംഗ് ജിതർവാൾ. ആരാണ്? ഹു ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിപ്പബ്ലിക് ഡേ ഫ്ലൈ പാസ്റ്റ്. റിപ്പബ്ലിക് ഡേ ഫ്ലൈ പാസ്റ്റിൽ പങ്കെടുത്ത ആദ്യത്തെ വിമൺ ഫൈറ്റർ പൈലറ്റ് ആരാണ്? അത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭാവന കാന്താണ്. ഭാവന കാന്ത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭാവന കാന്ത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ കൺട്രി ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു റിസീവ് ദ ഇന്ത്യൻ COVID-19 വാക്സിൻ? ഇന്ത്യൻ COVID-19 വാക്സിൻ റിസീവ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏത്? നാച്ചുറൽ സയൻസ് ആണോ എന്ന് അറിയില്ല. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് 2 ക്വസ്റ്റ്യൻസ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമ്മുടെ മെഡിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ കൺട്രി ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു റിസീവ് ദ ഇന്ത്യൻ COVID-19 വാക്സിൻ? ഏത് രാജ്യമാണ്? മാൽദീവ്സ് ഉണ്ട്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക. ഏതാണ്? ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് ആരാണ്? ഭൂട്ടാനാണ് ആദ്യമായി സ്വീകരിക്കുന്നത്. ഭൂട്ടാനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ദെൻ
കേർട്ട് ലെവിൻ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ്. കേർട്ട് ലെവിൻ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ആക്ഷൻ റിസർച്ച്, മൈക്രോ ടീച്ചിങ്, മോട്ടിവേഷൻ, അസസ്മെന്റ്. ആക്ഷൻ റിസർച്ച്, മൈക്രോ ടീച്ചിങ്, മോട്ടിവേഷൻ, അസസ്മെന്റ്. ഏതാണ്? ആക്ഷൻ റിസർച്ച് ആണ് അല്ലേ. കേർട്ട് ലെവിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ഷൻ റിസർച്ച് ആണ്. സ്റ്റീഫൻ എം കൊറേ ആയാലും കേർട്ട് ലെവിൻ ആയാലും ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഇവാലുവേഷൻ ടൂൾ ഈസ് കണക്റ്റഡ് ടു ഇന്റേണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഐറ്റം. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കൺസിസ്റ്റൻസി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്ത് ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാലിഡിറ്റി, റിലയബിലിറ്റി, കമ്പാരബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ അത് റിലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. റിലയബിലിറ്റി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 18ാമത്തെ ക്വസ്റ്റ്യൻ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് യൂസ്ഡ് ബൈ എ ടീച്ചർ വെൻ ഷി അലൗഡ് എ നോട്ടി ചൈൽഡ് ഇൻ ഹെർ ക്ലാസ് whom she had forcefully seated in the front bench to sit with his friend when he behaved well in the class? ക്വസ്റ്റ്യൻ എന്താണ്? ഏത് തരം റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? ആ ക്ലാസ്സിൽ വളരെ ബഹളം വെച്ചിരുന്ന ഒരു കുട്ടിയെ, പുറകിലെ ബെഞ്ചിലിരുന്ന കുട്ടിയെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മുൻ ബെഞ്ചിലോട്ട് പിടിച്ചുകൊണ്ടിരുത്തുന്നു. അപ്പോൾ അവന് ബഹളം കുറഞ്ഞപ്പോൾ ടീച്ചർ അവനെ എന്ത് ചെയ്യുന്നുണ്ട്? പുറകിലെ ബെഞ്ചിലോട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് തരം റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, ടോക്കൺ റീഇൻഫോഴ്സ്മെന്റ് ആണോ, വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണോ? എങ്ങനെയാണ്? അവനിലുള്ള ഒരു മോശമായ ഒരു ബിഹേവിയർ എടുത്തു മാറ്റാൻ ടീച്ചർ അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഏത് തരം റീഇൻഫോഴ്സ്മെന്റ് ആണ്? അവനിലുള്ള ഒരു കാര്യത്തെ എടുത്തു മാറ്റാനായിട്ട് ടീച്ചർ അവനെ സഹായിക്കുന്നു. മോശമായ ഒരു കാര്യത്തെ എടുത്തു മാറ്റാൻ ടീച്ചർ സഹായിക്കുന്നു. ആ തരം റീഇൻഫോഴ്സ്മെന്റ് ആണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. തിയറി ഓഫ് കൺസർവേഷൻ comes under which stage of cognitive development according to ജീൻ പിയാഷെ? ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കൺസർവേഷൻ തിയറി ഏത് സ്റ്റേജിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കൺസർവേഷൻ അല്ലെ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ കൺസർവേഷൻ ഒക്കെ എവിടെയാ വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കൺസർവേഷൻ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 statements are given below regarding diagnostic test. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ സംബന്ധിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തത്, സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. അല്ലെ, ഇൻകറക്റ്റ് ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളെ അനലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് നോക്കിക്കേ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ആണോ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എല്ലാ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? അല്ല അല്ലേ. മെയിനായിട്ട് എന്താണ്, എവിടെയാണോ കുട്ടിക്ക് വീക്ക്നെസ് വരുന്നത്, ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ പോരായ്മകൾ വന്നാൽ അത്തരം കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്, അവർക്ക് എവിടെയാണ് വീക്ക്നെസ് വന്നത് എന്ന് കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ് അല്ലേ. എല്ലാ കുട്ടികളെയും അവിടെ എയിം ചെയ്യുന്നില്ല, എല്ലാ കുട്ടികളെയും ഇല്ല. ദെൻ സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. കുട്ടികളെ അവരുടെ ഇൻകറക്റ്റ് ആൻസേഴ്സ്, തെറ്റായി മാർക്ക് ചെയ്ത ആൻസേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ശരിയാണല്ലേ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ എത്ര ശരിയുത്തരം എന്നല്ല നോക്കുന്നത്, എത്ര തെറ്റുത്തരം എന്നാണ് നോക്കുന്നത്. അപ്പോൾ 1 തെറ്റും 2 ശരിയും, അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? S1 ഈസ് ഫോൾസ് ബട്ട് S2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ 20 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഡിലീഷന് പോയിട്ടുണ്ട്. എ കോഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ഡിലീഷന് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. നമ്മുടെ കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ള 3-4 ചോദ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം ക്ലാസ് കാണുന്നവർ. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.